മലയാള സിനിമയിലെ രണ്ട് വൻ മരങ്ങളാണ് ഇന്ന് വീണുപോയത്. മലയാള സിനിമയെ പിടിച്ചുകുലുക്കിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ നിരവധി വെളിപ്പെടുത്തലുകൾക്കാണ് കേരളം സാക്ഷ്യം വഹിച്ചത്. അതിൻ്റെ ഒരു റിപ്പോർട്ട് ഇപ്പോൾ കാണാം. 2017 ഫെബ്രുവരി 17 കൊച്ചിയിൽ പ്രമുഖ നടി ആക്രമിക്കപ്പെട്ടുവെന്ന വാർത്ത കേരളത്തെ ഞെട്ടിച്ചു. പിന്നീട് രൂപം കൊണ്ട വിമൻ ഇൻ സിനിമ കളക്ടീവിന്റെ ശ്രമഫലമായി ചലച്ചിത്ര പ്രവർത്തകരായ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ 2017 ജൂലൈ 14 സർക്കാർ ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായ കമ്മിറ്റി രൂപീകരിച്ചു. 2019 ഡിസംബർ 31 കമ്മിറ്റി സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ട് 4.5 വർഷത്തോളം പെട്ടിയിലിരുന്നു. 2024 ഓഗസ്റ്റ് 19 ഭാഗികമായി പുറത്തുവന്ന റിപ്പോർട്ടിൽ ഏറെയും സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങളുടെ നേർസാക്ഷ്യങ്ങളായിരുന്നു. ലൈംഗികാരോപണങ്ങളിൽ കേസെടുക്കാൻ നേരിട്ട് പരാതി ലഭിക്കണമെന്ന സർക്കാർ നിലപാട് ചോദ്യം ചെയ്യപ്പെട്ടു. ഇതിനു പിന്നാലെയാണ് പാലേരി മാണിക്യം എന്ന സിനിമയിൽ അഭിനയിക്കാൻ കേരളത്തിലെത്തിയപ്പോൾ തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവം നടി ശ്രീലേഖ മിത്ര 24-ലൂടെ തുറന്നു പറഞ്ഞത്. Movie name I don't remember, but I remember the name of the director. Probably his name was Ranjit. He was mid-30s, late 30s. Then it was 10 years back, 10-11 years back. സംവിധായകൻ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമായി. ഇതിനിടെയാണ് 5 ദിവസത്തെ മൗനം വെടിഞ്ഞ് അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ ഭാരവാഹികൾ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഏതെങ്കിലും കുറ്റവാളികളെ പറ്റി പ്രതിപാദിക്കുന്നുണ്ടെങ്കിൽ പോലീസ് അന്വേഷിക്കണം, ആ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരണം. അല്ലാതെ പുകമറ സൃഷ്ടിച്ച് കുറ്റവാളികളല്ലാത്തവരെ കൂടി അതിനകത്ത് നാണം കെടുത്തുകയല്ല വേണ്ടത്. ആരാണ് കുറ്റവാളി, അയാൾ പുറത്തു വരട്ടെ. റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ ക്രിമിനൽ സ്വഭാവമുള്ളതെന്ന് പറഞ്ഞ ജനറൽ സെക്രട്ടറി സിദ്ദിഖിനെതിരെ തന്നെ തൊട്ടടുത്ത ദിവസം കേട്ടത് അങ്ങേയറ്റം ഗുരുതരമായ ആരോപണം. നടൻ ഹീനമായി പീഡിപ്പിച്ചെന്ന് യുവനടിയുടെ വെളിപ്പെടുത്തൽ 24-ലൂടെ. ഈ ജനറൽ സെക്രട്ടറിയായ ഇദ്ദേഹം ഹി റേപ്ഡ് മീ. അയാള് എനിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹീസ് ആൻ അബ്യൂസർ. അതിനപ്പുറത്തേക്ക് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്ന് രാവിലെ തന്നെ സിദ്ദിഖ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു. തൊട്ടു പിന്നാലെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രഞ്ജിത്ത് രാജിവെച്ചുവെന്ന വാർത്തയും പുറത്തുവന്നു. നടൻ റിയാസ് ഖാൻ അശ്ലീല സന്ദേശം അയച്ചിട്ടുണ്ടെന്നും യുവനടിക്ക് ആരോപണമുണ്ട്. തൊടുപുഴയിലെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് യുവ സൂപ്പർ സ്റ്റാറിൽ നിന്ന് മോശം പെരുമാറ്റമുണ്ടായെന്ന് ചലച്ചിത്ര പ്രവർത്തക സോണിയ മൽഹാർ പറഞ്ഞു. സംവിധായകന്റെ മോശം പെരുമാറ്റം കാരണം ചെരുപ്പൂരി അടിക്കാൻ പോയിട്ടുണ്ടെന്ന് നടി ഉഷ ഹസീന വെളിപ്പെടുത്തി. സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും നടി ശ്വേതാ മേനോൻ. ഇങ്ങനെ നീളുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന ശേഷമുള്ള വെളിപ്പെടുത്തലുകൾ. ന്യൂസ് ഡെസ്ക് 24. ഉണ്ടായിരിക്കുന്ന തുറന്നു പറച്ചിലുകൾ മലയാള സിനിമയെ ശുദ്ധീകരിക്കുമോ? പൊതുജനങ്ങൾക്ക് പറയാനുള്ളത് എന്തെന്ന് ഞങ്ങൾ അന്വേഷിച്ചു. ഇതിപ്പോൾ ഈ റിപ്പോർട്ട് പുറത്ത് വന്നല്ലോ, അതിൽ 60 പേജ് 65 പേജ് അങ്ങാണ്ട് പുറത്ത് വന്നിട്ടില്ല. അതും കൂടെ പുറത്ത് വിടണം. പിന്നെ പ്രമുഖരാണ് ഇതിൻ്റെ പുറകിൽ. ഒരു കുട്ടി പറയുന്നുണ്ടല്ലോ, സിദ്ദീഖ് ഇതായിട്ടുള്ള കുട്ടി പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്ത് വന്ന്, അപ്പോൾ ഇനി അതിൻ്റെ മേലെ ചർച്ച വേണം. അതിൽ ഉൾപ്പെട്ടവർ പുറത്ത് വരണം. വലിയൊരു വിങ് തന്നെ പഠനം നടത്തിയൊരു സാധനം, ഏറെ വർഷക്കാലത്തെ പ്രയത്നമാണ്. അപ്പോൾ അതുകൊണ്ടത് പൊതുജനം അറിയണം. പിന്നെ ഉന്നതന്മാരാരായാലും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. വാർത്തകൾ കാണുമ്പോൾ വലിയൊരു ഞെട്ടലൊന്നും ഉണ്ടാവുന്നില്ല. കാരണം സിനിമ എന്ന് പറയുന്നത് സാധാരണക്കാരുടെ ഒരു വികാരമാണ് സിനിമ. ഇതിലിപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മളാരും കണ്ടിട്ടൊന്നുമില്ല. നമ്മൾ ഈ കേട്ടുള്ള പരിചയം അത് മൊത്തത്തിൽ പഠിക്കാനോ വായിക്കാനോ ആർക്കും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താ കിടക്കുന്നതെന്നൊന്നും അറിയില്ല. ചിലരെങ്ങനെ പറയുന്നു, ചിലർ വെളിപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് ചിലർ ചോദ്യം ചെയ്യുന്നു, അങ്ങനെ പറയുന്നു, ഇങ്ങനെ പറയുന്നു. ചാനലിൽ കാണുന്നതും ചിലർ രാജിവെച്ച് പോകുന്നൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. ഈ മസാലകൾ കൂട്ടിയ സാധനങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് പെണ്ണുമായിട്ട് ബന്ധപ്പെട്ട, നടികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്. ഈ ഒരു മേഖലയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു വ്യവസായത്തിനെ കുറിച്ചൊരു അന്വേഷണ കമ്മീഷൻ വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനം മാത്രമല്ല, അതിനുള്ളിലെ ഒരു സ്ത്രീ ആയിട്ടുള്ള ബന്ധങ്ങൾ മാത്രമല്ല ഉണ്ടാവുക. അതിനുള്ളിൽ പുറത്തുനിന്ന് വന്നവരെ പ്രശ്നങ്ങൾ, കള്ളപ്പണം, കരിഞ്ചത്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ലഹരി മരുന്ന്, ഒരുപാട് നമ്മൾ ആരോപണങ്ങൾ കേട്ടിട്ടുണ്ട്. ഇതിനെക്കുറിച്ചൊന്നും ഒരു ചർച്ച എവിടെയും നടക്കാതെ വെറും ഈ പെണ്ണിന്റെ ആരോപണം എന്ന് മാത്രം പറയുന്ന ഒരു സംഭവത്തിനോട് അതൊരു ആളുകളെ വഷളാക്കുന്ന ഒരു രീതിയാണ്. ഇത് സിനിമാ മേഖലയെ കളങ്കിതപ്പെടുത്തുന്ന ഒരു സംഭവമായി മാറി. ഈ റിപ്പോർട്ട് വന്നിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് വരാണ്ടിരുന്നാലും
ഇവിടെ നടക്കുന്ന നാട് കാഴ്ച ഇതേമാതിരി എന്നും തുടരും.